Good morning, students. Next topic abstract class and methods in Java. നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന അടുത്ത ഒരു കീവേഡ് ആണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ജാവയ്ക്കകത്തെ oops കൺസെപ്റ്റിനകത്ത് വരുന്ന അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ജാവയ്ക്കകത്തെ ക്ലാസ്സിനെയും മെത്തേഡ്സിനെയുമാണ് നമ്മൾ അബ്സ്ട്രാക്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്യാറ്. ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ ജാവ. A class which is declared with the abstract keyword is known as an abstract class in Java. It can have abstract and non-abstract methods. Before learning the Java abstract class, let's understand the abstraction in Java first. അപ്പോൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡോട് കൂടി നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ നോൺ അബ്സ്ട്രാക്റ്റോ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാകാം. അബ്സ്ട്രാക്ട് മെത്തേഡ് എന്താ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അബ്സ്ട്രാക്ഷനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇനി ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. Abstraction is a process of hiding the implementation details and showing only functionality to the user. നമ്മുടെ പ്രോഗ്രാമിനകത്തെ ഇന്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് യൂസറിന് ഹൈഡ് ചെയ്തുകൊണ്ട് യൂസറിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അത് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും മറ്റൊരു യൂസറിലോട്ട് എത്തപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ യൂസറിനോട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. യൂസറിന് എന്താണോ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് വേണ്ടത് അത് മാത്രം കൊടുക്കുക. എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം യൂസറിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇന്റർഫേസുകളും യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ടോപ്പിക് അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻ ജാവ. A class which is declared as abstract is known as an abstract class. It can have abstract and non-abstract methods. It needs to be extended and its method implemented. It cannot be instantiated. നമ്മൾ പറഞ്ഞ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡോട് കൂടി നമ്മൾ ജാവയ്ക്കകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അബ്സ്ട്രാക്ഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നോർമൽ ആയിട്ടുള്ള മെത്തേഡ്സും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഉണ്ടാകാം. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലാസ് കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ് ആണെങ്കിൽ അതിനകത്ത് ബോഡികളൊന്നും ഉണ്ടാകത്തില്ല. ആ മെത്തേഡിന്റെ ബോഡി ഉണ്ടാകത്തില്ല, ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മെത്തേഡിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് ആ ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ക്ലാസ്സിന് അല്ലെങ്കിൽ ആ മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സുകളെ ഒബ്ജക്റ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ കോൾ ചെയ്യാറില്ല, ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാറില്ല. ആ കാര്യം ഓർത്ത് വെക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. An abstract class must be declared with an abstract keyword. അബ്സ്ട്രാക്ട് കീവേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സുകൾ ഡിക്ലെയർ ചെയ്യാറ്. It can have abstract and non-abstract methods. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സ് വരും? നോർമൽ ആയിട്ടുള്ള മെത്തേഡ്സും വരും, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ടാകും. ഇറ്റ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ്, അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് സ്റ്റാറ്റിക് മെത്തേഡ്സ് ഓൾസോ. അപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എങ്കിലും അതിനകത്ത് കൺസ്ട്രക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. സ്റ്റാറ്റിക് മെത്തേഡുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ഹാവ് ഫൈനൽ മെത്തേഡ്സ് വിച്ച് വിൽ ഫോഴ്സ് ദ സബ് ക്ലാസ് നോട്ട് ടു ചേഞ്ച് ദ ബോഡി ഓഫ് ദ മെത്തേഡ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഏത് മെത്തേഡും കൂടെ കൊടുക്കാം? ഫൈനൽ മെത്തേഡ്സും കൂടെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഫൈനൽ മെത്തേഡിന് എന്താ പ്രത്യേകത? ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഫൈനൽ മെത്തേഡ്സ് കൊടുക്കാം.
അപ്പൊ ഇത്രയാണ് പോയിന്റ് വൈസ് ആയിട്ട് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളത്. എന്തൊക്കെയാണ്? അബ്സ്ട്രാക്ട് കീവേഡ് കൊണ്ട് വേണം ഡിക്ലെയർ ചെയ്യാൻ, അബ്സ്ട്രാക്ട് മെത്തേഡോ നോൺ അബ്സ്ട്രാക്ട് മെത്തേഡോ ഉണ്ടാകാം, ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കൺസ്ട്രക്ടേഴ്സ് സ്റ്റാറ്റിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫൈനൽ മെത്തേഡ്സും യൂസ് ചെയ്യാം. ഇനി കൊടുത്തിരിക്കുന്നതാണ് എക്സാമ്പിൾ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മുടെ ക്ലാസ് കീവേഡ്, ഒരു ക്ലാസിന്റെ നെയിമും അതിനെ ഓപ്പണും ക്ലോസും ചെയ്തിരിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ക്ലാസ് എ ആണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. അബ്സ്ട്രാക്ട് ക്ലാസ് കഴിഞ്ഞു, അടുത്താണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. എ മെത്തേഡ് വിച്ച് ഈസ് ഡിക്ലെയർഡ് ആസ് അബ്സ്ട്രാക്ട് ആൻഡ് does not have implementation is known as an abstract method. അതായത് ഒരു മെത്തേഡിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു അബ്സ്ട്രാക്ട് മെത്തേഡ് ആയിട്ട്. അതൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ആകണമെങ്കിൽ ആ അബ്സ്ട്രാക്ട് മെത്തേഡിന് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടാകണം. അതുപോലെ തന്നെ ആ ഒരു മെത്തേഡിന് ഡെഫിനിഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ബോഡി ഉണ്ടാകാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതിനെയാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ പോലെ തന്നിരിക്കുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ്, റിട്ടേൺ ടൈപ്പ്, മെത്തേഡിന്റെ നെയിം, നമ്മുടെ പാരാമീറ്ററിന്റെ ലിസ്റ്റ് നമ്മൾ സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഒരു മെത്തേഡിന്റെ ഡിക്ലറേഷൻ ആണ്. അതായത് ബോഡി, അതിനകത്ത് ഇംപ്ലിമെന്റേഷൻ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനകത്ത് എന്ത് ടാസ്ക് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ? ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് വേണം, അതുപോലെ തന്നെ സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്ത് ഡിക്ലറേഷനോടെ ആയിരിക്കണം. അപ്പൊ ബോഡി ഇല്ലാത്ത മെത്തേഡിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന്. ഇനി എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ് ബൈക്ക്. ബൈക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനും അബ്സ്ട്രാക്ട് മെത്തേഡിനുമുള്ള എക്സാമ്പിൾ ആണ് ഒന്നിനൊത്തൂടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബൈക്ക് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. നമ്മൾ പറഞ്ഞ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡോ നോൺ അബ്സ്ട്രാക്ട് മെത്തേഡോ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. റൺ എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ്, അതോടൊപ്പം തന്നെ നമ്മൾ സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്തിരിക്കുക. ബോഡി ഉണ്ടോന്ന് നോക്കിയേ, ബോഡി ഇല്ല. ഇനി ഈ ഒരു മെത്തേഡിന് ഇംപ്ലിമെന്റേഷൻ നമ്മൾ എവിടെയായിരിക്കണം കൊടുക്കേണ്ടത്? ഇൻഹെറിറ്റൻസിനകത്ത് ഈ ഒരു ക്ലാസ്സിന് നമ്മൾ സബ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സബ് ക്ലാസ്സിനകത്തായിരിക്കണം നമ്മൾ ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഓരോ സബ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ ഓരോ സബ് ക്ലാസ്സിനകത്ത് നമുക്ക് ഓരോരോ ഇംപ്ലിമെന്റേഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ബേസ് ക്ലാസ്സിനകത്തും അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതിന്റെ സബ് ക്ലാസ്സിനകത്തുമായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഹോണ്ട 4 എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൺ എന്ന് പറയുന്ന മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റലിനകത്ത് നമ്മൾ റണ്ണിങ് സേഫ്ലി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ അപ്കാസ്റ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ക്ലാസ്സിന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റൺ എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പൊ റൺ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ ഏതായിരിക്കും വർക്ക് ആവുന്നത്? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് റൺ എന്ന് പറയുന്ന മെത്തേഡിന്റെ ബോഡിയാണ് വർക്ക് ആവുന്നത്. കാരണം ഡെഫിനിഷൻ ബേസ് ക്ലാസ്സിനകത്തും ഇംപ്ലിമെന്റേഷൻ സബ് ക്ലാസ്സിന് മാത്രമാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അതിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ട് മെത്തേഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. Abstract class having constructor, data member and methods. An abstract class can have a data member, abstract method, method body, constructor and even main method. അപ്പൊ abstract ക്ലാസ്സിനകത്ത് എന്തൊക്കെ കാണും? ഡേറ്റ മെമ്പർ ഉണ്ടാകാം, അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടാകാം, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ ബോഡികൾ ഉണ്ടാകാം, കൺസ്ട്രക്ടർ ഉണ്ടാകാം, അതുപോലെ തന്നെ മെയിൻ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്തെ ഡേറ്റ മെമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫൈനൽ ഡേറ്റ മെമ്പറും കൂടെ ആയിരിക്കും. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക.